കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘിന്റെ 39ാം വാർഷിക സമ്മേളനം ആരംഭിക്കുന്നു. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയം അതിലേക്കെത്താം. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക് മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, നിലവിൽ NSS വാർഷിക പൊതുയോഗം ആരംഭിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് അടക്കം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ? വിവാദ വിഷയങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം നേരത്തെ പറഞ്ഞ നിലപാടുകളാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്നത് NSSന്റെ വാർഷിക പൊതുയോഗമാണ്. ആസ്ഥാനത്ത് അല്പസമയത്തിനകം തന്നെ വാർഷിക പൊതുയോഗം ചേരും. ആ പൊതുയോഗത്തിൽ ഏതാണ്ട് 300ഓളം പ്രതിനിധികൾ ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ കരയോഗങ്ങളിൽ നിന്നടക്കമുള്ള തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുക എന്നതാണ് ഈ പൊതുയോഗത്തിൻ്റെ ലക്ഷ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ വിമർശനമടക്കം വലിയ രീതിയിൽ ഉയരുകയും വിവിധ കരയോഗങ്ങൾക്ക് മുന്നിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയും അയ്യപ്പ ഭക്തരായിട്ടുള്ള സമുദായാംഗങ്ങളെ വഞ്ചിച്ചു, പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്നു എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കരയോഗം പ്രതിനിധികളെ അടക്കം ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുമോ? അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് സംബന്ധിച്ച വിശദീകരണം തീർച്ചയായും നടക്കുന്ന യോഗത്തിൽ നൽകും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കരുതുന്നത്. ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുന്ന ദൃശ്യമാണ്. മന്നം സമാധിയിൽ ഈ NSS അംഗങ്ങളും NSSന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ഈ വാർഷിക പൊതുയോഗം നടക്കുക. ഈ വാർഷിക പൊതുയോഗത്തിൽ തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിലുള്ള ഒരു പ്രതികരണം പ്രത്യേകിച്ച് ഈ കരയോഗം പ്രതിനിധികളോട് നടത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. മാധ്യമങ്ങളെ അടക്കം ഈ പൊതുയോഗത്തിലേക്ക് പൊതുവെ സാധാരണ പ്രവേശിപ്പിക്കാറില്ല. ഇത്തവണയും അത് തന്നെയാണ് ഉണ്ടാവുക. മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് ഈ ഒരു പുഷ്പാർച്ചനയിലേക്ക് കടക്കുമ്പോൾ ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ചോദ്യങ്ങളോട് ഇതെല്ലാം നേരത്തെ പ്രതികരിച്ച വിഷയങ്ങളാണ് ഇത് എന്ന് മാത്രമാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു മറുപടിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല, സുകുമാരൻ നായർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം പുഷ്പാർച്ചന പൂർത്തിയാക്കി മടങ്ങി വരികയാണ്. ഇനി പൊതുയോഗത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലും ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നത് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഒരു പ്രതികരണത്തിൽ അപ്പുറത്തേക്ക് ഒരു പ്രതികരണം ഇനി നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കണമെന്നില്ല. പക്ഷേ ഈ വാർഷിക പ്രതിനിധി സഭയിൽ G. സുകുമാരൻ നായർക്കെതിരായ ചില നിലപാടുകൾ പല കരയോഗങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ആ പ്രതിനിധി സഭയിലടക്കം വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത കാണുന്നില്ലേ? കാരണം പല തരത്തിലും ശക്തമായ ഒരു പ്രതിഷേധം G. സുകുമാരൻ നായർക്കെതിരെ ഈ ഒരു വിഷയത്തിന്മേൽ ഉയർന്നതാണ്. അതുകൊണ്ട്
പ്രതിനിധി സഭയിൽ ഇതിൽ കൃത്യമായ ഒരു വിമർശനം ഉണ്ടാവുകയും അതിനൊരു മറുപടി ജി സുകുമാരൻ നായർക്ക് നൽകിയുമല്ലേ മതിയാകുകയുള്ളൂ. കാരണം ഇതിൻ്റെ പ്രതിഷേധാത്മകമായി പല കുടുംബങ്ങളും NSSൻ്റെ അംഗത്വം തന്നെ നിരാകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പല കരയോഗങ്ങളിലും എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് നിലവിലിപ്പോൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ തൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതും അത് എല്ലാ കരയോഗങ്ങളെ സംബന്ധിച്ചും അത് സമവായത്തിൽ എത്തിക്കത്തക്ക രീതിയിലുള്ളൊരു പ്രതികരണം ജി സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നൊന്നുണ്ടായല്ലേ മതിയാകുകയുള്ളൂ. തീർച്ചയായിട്ടും അത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ പുഷ്പാർച്ചനയ്ക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇത്തരം പ്രതിഷേധങ്ങളുണ്ടല്ലോ, എന്താണ് അതിനുള്ള മറുപടി എന്ന് പറയുമ്പോൾ പ്രതിഷേധങ്ങളെ ഞാൻ നേരിട്ട് കൊള്ളാം, നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും രാജിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും എല്ലാം തന്നെ താൻ നേരിട്ട് കൊള്ളാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കരയോഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളല്ല, വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ ഇപ്പോൾ ഈ NSS ഈ വിഷയത്തിൽ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ സമീപകാലത്ത് നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളാണ് ഈ NSSന് അകത്തു നിന്ന് ഉയർന്നിട്ടുള്ള ഇപ്പോഴത്തെ ഈ വിമർശനം, അതുപോലെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തെല്ലാം ഉണ്ടാകുന്ന പുറത്തുനിന്നുള്ള വിമർശനമാണെങ്കിൽ NSSനകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പാളയത്തിൽ പട രൂപപ്പെടാൻ ഇത് കാരണമാക്കിയിട്ടുണ്ട്. ഈ ഒരു അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ശബരിമല വിഷയത്തിൽ ഉണ്ടായ ടേൺ എന്നുള്ള തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നിലപാടെല്ലാം വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. മാത്രമല്ല കടുത്ത വിമർശനവും പരസ്യമായിട്ടുള്ള വിമർശനത്തിലേക്ക് ഒരുപക്ഷെ യോഗങ്ങളിൽ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് അത് വലിയ ബാനർ പ്രതിഷേധങ്ങളിലേക്കും അതുപോലെ തന്നെ പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കെല്ലാം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം ഒരുപക്ഷെ ഇന്നത്തെ പൊതുയോഗത്തിൽ കണക്കുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ദൗത്യമെങ്കിൽ അല്ലെങ്കിൽ അജണ്ട എങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു യോഗത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ യോഗത്തിൽ നേരിട്ട് തന്നെ ഇദ്ദേഹത്തിനെ പ്രതിഷേധം അറിയിക്കാനുള്ള തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ അംഗങ്ങൾ തുനിയുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും യോഗത്തിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല എങ്കിലും നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രതിഷേധങ്ങളെ ഞാൻ നേരിട്ട് കൊള്ളാം എന്നുള്ള മറുപടിയിലാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഇത് അദ്ദേഹത്തിന് നേരിടാനാകും എന്നുള്ളത് കണ്ടറിയണം. കാരണം NSS അംഗത്വം രാജിവെച്ചുകൊണ്ടും കരയോഗങ്ങൾക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. അത് ഇനിയുള്ള തുടർന്നും ഉണ്ടാകുമോ, ഈ യോഗത്തിലടക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, കാണേണ്ടത്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ കൂടിയുണ്ട്. ഈ രാജിവെച്ച വിഷയത്തിലടക്കമുള്ള കാര്യങ്ങൾ ഈ ആളുകൾ ചോദ്യം ചെയ്യുമോ എന്നുള്ളതും കൂടി, ഇപ്പോഴത്തെ മെമ്പർമാർ ചോദ്യം ചെയ്യുമോ എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഏതായാലും കടുത്ത വിമർശനങ്ങൾക്കും വലിയ പ്രതിസന്ധിക്കും ഇടയിലാണ് ഇപ്പോൾ NSSൻ്റെ ഈ വാർഷിക പൊതുയോഗം NSS ആസ്ഥാനത്ത് ചേരാനിരിക്കുന്നത്. ശരി മിഥുൻ, പെരുന്നയിൽ NSS വാർഷിക പൊതുയോഗം ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് മുൻപായി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അവിടെ എത്തിച്ചേർന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അതോടൊപ്പം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതിഷേധം വന്നോട്ടെ, പ്രതികരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വിവിധ കരയോഗങ്ങളുടെ ഭാഗത്തു നിന്നും ജനറൽ സെക്രട്ടറിക്കെതിരെ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് ഇനി കാണേണ്ടത് തന്നെയാണ്.